everyone. നമ്മൾ ഇന്ന് മോഡ്യൂൾ 1 ഓഫ് സെം 3 മെക്കാനിക്സ് ഓഫ് സോളിഡിൻ്റെ അതാണ് പഠിക്കാൻ പോകുന്നത്. നെയിം ഓഫ് ദ മോഡ്യൂൾ ഇസ് മെമ്പേഴ്സ് ക്യാരിങ് ആക്സിയൽ ലോഡ്. സോ മുമ്പായിട്ട് നമ്മൾ സ്ട്രെങ്ത് എന്താണ് സ്റ്റാർട്ടിങ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ബേസിക് ടേംസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദ മെഷർ ടു വിഷൻ ഒബ്ജക്റ്റ് റെസിസ്റ്റ് ലോഡ്. ഒരു ഒബ്ജക്റ്റിന് ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തുമാത്രം ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വേറെ ഇൻട്രൊഡക്ടറി ടോപ്പിക് ഉള്ളത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് MOS എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജസ് ഉണ്ടാക്കാൻ നമ്മൾ MOS ബ്രിഡ്ജസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ബീംസ് റോഡ്സിൻ്റെ എല്ലാത്തിനും നമ്മൾ MOSൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഫൈനലി നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് പോവാണ്. ഫസ്റ്റ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ ലോഡ്സ്. സോ നമുക്ക് എക്സ്റ്റേണൽ ലോഡ്സ് 3 ടൈപ്പ് ഉണ്ട്. നോർമൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന നിൽക്കാൻ നോർമൽ ഒരു സർഫസിന് നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഈ നോർമൽ ഫോഴ്സ് നമ്മൾ രണ്ടാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടെൻസൈൽ ഫോഴ്സ് ആൻഡ് കംപ്രസീവ് ഫോഴ്സ്. ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ ബോഡി. ഇതൊരു ബോഡി ആണെങ്കിൽ ആ ബോഡിനെ നമ്മൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഫോഴ്സിനാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ഇതിനെ നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ പറയുന്നവരാണ് കംപ്രസീവ് ഫോഴ്സ്. ഇനി നെക്സ്റ്റ് വൺ നമുക്കുള്ളത് ഷിയർ ഫോഴ്സ്. ഇത് മനസ്സിലാകുന്നതായിരിക്കും. നോർമൽ ഫോഴ്സ് പ്രത്യേകിച്ചൊന്നുമില്ല. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നോർമൽ ഫോഴ്സ് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടെൻസൈൽ ഫോഴ്സ് ആൻഡ് കംപ്രസീവ് ഫോഴ്സ്. ടെൻസൈൽ എന്ന് പറയുമ്പോൾ ഒരു ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് ടെൻസൈൽ ഫോഴ്സ്. കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ടാൻജൻഷ്യൽ ടു സർഫസ്. ഒരു സർഫസ് ഉണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ഒരു സർഫസ്, ഈ സർഫസിന് ടാൻജൻഷ്യൽ പെർപെൻഡിക്കുലർ ടാൻജൻ അങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിഫോർമേഷനാണ് നമ്മൾ കൂടുതൽ പഠിക്കും. നമ്മൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിനെ കുറിച്ച് പഠിക്കും. ഇപ്പോൾ നമ്മൾ ഫോഴ്സസിനെ കുറിച്ചാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ബെൻഡിങ് ഫോഴ്സ്. ബെൻഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നെയിമിലുള്ളതുപോലെ തന്നെ ഒരു സാധനം ബെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ബെൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. എ ബീം ഓർ സ്ട്രക്ചറൽ മെമ്പർ ഈസ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ് മൊമെൻറ്റ്സ്. ഇത് ബീമൊക്കെ ബെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനാണ് ബെൻഡിങ് ഫോഴ്സ്. പിന്നെ ബെൻഡിങ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന സ്ട്രെസ്, ആ സ്ട്രെസ്സിനാണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ഫോഴ്സ്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്നൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും.